എത്ര മാറാത്ത മുട്ടുവേദനയും അതുപോലെ തന്നെ വാതസംബന്ധമായിട്ടുള്ള വേദനയൊക്കെയില്ലേ നമ്മൾ ഈ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടൊക്കെ വരുമ്പം അമ്മമാർക്ക് ഇങ്ങനെ കാലിൽ ഉപ്പൂറ്റി വേദനയൊക്കെ വരാറില്ലേ. അപ്പം അങ്ങനെയുള്ള വേദനകൾ വരുമ്പം ഇത് പെട്ടെന്ന് മാറ്റിക്കളയാനായിട്ട് നമുക്ക് ഈ ഒരു എരിക്കിൻ്റെ ഇല നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഈ എരിക്കിൻ്റെ ഇല നമുക്ക് പൂക്കൾ നീലയും ഉണ്ടാവും വെള്ള ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടിനും ഒരേ ഗുണം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ എരിക്കിൻ്റെ ഇല കൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇതിൻ്റെ ഈ ഒരു ചേനയുണ്ടല്ലോ നമ്മളിങ്ങനെ അടത്തുമ്പം ഇങ്ങനെ ഒരു വെള്ള കളർ ചേന വരില്ലേ. അപ്പോൾ ഈ ഒരു ചേനയുണ്ടല്ലോ നമുക്ക് അരിമ്പാറ മാറാനൊക്കെ ആയിട്ടും കാലിൽ ആണിയുണ്ടല്ലോ കാല് ആണി നല്ല വേദനയൊക്കെ ആയിട്ട് ആണിയൊക്കെ വരുന്ന ടൈമിൽ നിങ്ങളിതിങ്ങനെ ആ ആണിയുടെ മുകളിലും അതുപോലെ തന്നെ അരിമ്പാറയുടെ മുകളിലും ഇങ്ങനെ ഈ ഒരു ചേന വച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലോ അരിമ്പാറയും ആണിയും പെട്ടെന്ന് പോകട്ടോ. അപ്പം ഈ ഒരു ചേന നിങ്ങൾ പുരട്ടാൻ നേരത്തെ അരിമ്പാറയുടെയും ആണിയുടെ മുകളിൽ മാത്രമേ പുരട്ടാവുള്ളൂ. ശരീരത്തിൻ്റെ വേറെ ഭാഗത്തേക്ക് പുരട്ടരുത് കേട്ടോ. കാരണം ചെറിയൊരു പൊള്ളൽ പോലെ ഉണ്ടാവും. അപ്പോൾ അതാ പറഞ്ഞത്. പിന്നെ നിങ്ങളിതിങ്ങനെ ഒടിക്കാൻ നേരത്തെ കുട്ടികളൊക്കെയാണ് ഒടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചേന കണ്ണി തെറിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അമ്മമാർക്കൊക്കെ കാലുവേദന പിന്നെ നമുക്കൊക്കെ എല്ലാവർക്കും ശരീരത്തിൽ അവളുടെയൊക്കെ ആയിട്ട് വേദനകളൊക്കെ വരത്തില്ല. അപ്പോൾ അത് മാറാനൊക്കെ ആയിട്ട് നല്ലൊരു വേദന സംഹാരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഫസ്റ്റ് എടുക്കേണ്ടത് കടുകാണ്. കടുകൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ അടക്കളയിലുള്ളത്. അപ്പോൾ ഈ ഒരു കടുക് ഒരു 1/2 സ്പൂണോളം കടുക് എടുക്കണേ. ഈ കടുക് നമുക്ക് ഇതുപോലെ ഒരു അമ്മിയിലേക്കോ എന്തിലേക്കോ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇടിച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് കിട്ടത്തില്ലേ. അപ്പോൾ ഈ ഒരു കടുക് നല്ല വേദനയ്ക്ക് മുട്ടുവേദനയ്ക്ക് മാറാനായിട്ട് നല്ലതാണ് ഈ കടുക്. അപ്പോൾ ഒരുപാട് കടുക് എടുക്കണ്ടായിട്ട് നമുക്കൊരു 1/2 സ്പൂണോളം കടുക് എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ നമ്മൾ കൊട്ടിയിട്ടതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടോ. ഒരു നുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് ഈ കടുകും അതുപോലെ കടുകിൻ്റെ പൊടിയും വെളിച്ചെണ്ണയും കൂടെ കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ അടുപ്പത്തോട്ടേക്ക് എന്തെങ്കിലും ഒരു ചട്ടിയോ അതല്ലെങ്കിൽ പാനുണ്ടല്ലോ അതാകുമ്പോൾ ഇച്ചിരി വിരിവുണ്ടല്ലോ വാവട്ടമുള്ള ഒരു കട്ടിയുള്ള പാത്രമാണെങ്കിലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ടൊന്ന് വയ്ക്കുക. ഒരുപാട് ചൂടാക്കണ്ട. ചെറുതായിട്ട് ചൂടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന കടുകും എണ്ണയും കൂടെ കൂടി ഇതുപോലെ ബ്രഷിലേക്ക് എടുത്തിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ. ഈ എരിക്കിൻ്റെ ഇലയിലേക്ക് തൂത്ത് കൊടുക്കണേ. തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചൂടായി വന്നേക്കുന്ന ചട്ടിയുടെ മുകളിലേക്ക് ഇതുപോലെ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഇല എടുക്കണ്ട, ഒരില അല്ല 2 ഇല എടുക്കണേ. ഒരില ഇതുപോലെ നീക്കി വയ്ക്കുക. എന്നിട്ട് തൊട്ടപ്പുറത്തേക്ക് ഒരിലയും കൂടെ കയറ്റി ഇങ്ങനെ വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 ഇലകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് വേദനയുള്ള ഭാഗത്ത് വച്ചു കൊടുക്കാനാണ്. അപ്പം ഈ ചട്ടിക്ക് നല്ല രീതിയിൽ ചൂടായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ഇലകളും നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുമ്പം ഈ ഇലയ്ക്ക് നല്ല ചൂടായിരിക്കും. നമുക്ക് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഒരുവിധം പെട്ട ചൂടുണ്ടാവും. അപ്പം വേദനയുള്ള ഭാഗത്ത് വയ്ക്കുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും നമുക്കത്. വേദന ഉള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. കാരണം ഈ വാദസംബന്ധമായിട്ടുള്ള വേദനകൾ ഉണ്ടാവല്ലേ. ഇപ്പോൾ മഴക്കാലമാണ് വരുന്നത്. അപ്പം മഴക്കാലത്തൊക്കെ നമുക്കിങ്ങനെ കാലിങ്ങനെ ടൈലിൽ കൂടെ ഒക്കെ നടന്നു ചെയ്യുമ്പോൾ കാലിന് ഉപ്പൂറ്റി വേദന ഉണ്ടാവും. അതല്ലാണ്ട് കാൽപാദമൊക്കെ നല്ല വേദന ഉണ്ടാവും, കുത്തി വേദനകൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ ഈ എരിക്കിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ കാൽപാദം എവിടെയാണ് വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തിന് ഇപ്പോൾ കയ്യിലോ കാലിലോ ഇനിയിപ്പോൾ ഏതെങ്കിലും ശരീരത്തിൻ്റെ അതിലൊക്കെ ഭാഗത്താണ് വേദന എങ്കിൽ നിങ്ങൾ ഇതുപോലെ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ വച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദന ആണെങ്കിൽ ഇതുപോലെ ചൂട് ആക്കിയിട്ട് ഇങ്ങനെ കാലിൻ്റെ ഉപ്പൂറ്റി ഇങ്ങനെ വച്ചു കൊടുക്കുക. ഇനിയിപ്പം കണ്ണങ്കാലിൻ്റെ ഭാഗത്തൊക്കെയാണ് വേദനയെങ്കിൽ കണ്ണങ്കാലിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. കാൽപാദം ഇതിനൊക്കെ ഇതുപോലൊക്കെ മുകളിലൊക്കെയാണ് വേദന എങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ചൂട് ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വാദത്തിൻ്റെതായ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോക്കുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ കാലിൻ്റെ ഉപ്പൂറ്റിയിലൊക്കെ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ടൈൽസിൽ കൂടെ നടക്കുമ്പോൾ കാല് തെന്നി പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാല് നന്നായിട്ട് സോപ്പിട്ട് കഴുകുക കേട്ടോ. അത് ഇങ്ങനെ ചൂട് പിടിച്ചതിന് ശേഷം കാല് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം ടൈലിൽ ചവിട്ടാട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം മലക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഇതുവരെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ.